നമസ്കാരം. ഞാൻ ബെന്നി ജോസഫ്, ജനപക്ഷം. പച്ചക്ക് പറയുന്നു, 66 വയസ്സായി. ഒത്തിരി നാള് വിദേശത്ത് ജോലി ചെയ്തു. ഇപ്പോൾ ഒരു 25-30 വർഷമായിട്ട് സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നുണ്ട്. സാമൂഹ്യ പ്രവർത്തനവും പൊതുപ്രവർത്തനവും സത്യസന്ധമായി ചെയ്യാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ ഇത് നിർത്തുന്നതായിരിക്കും നല്ലത്. എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ എൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ, എൻ്റെ പൊതുപ്രവർത്തനത്തിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട്, അഴിമതിയുമായി ബന്ധപ്പെട്ട്, ഊരുവിലക്ക്, അങ്ങനെ നിരവധി കാര്യങ്ങളിൽ പരിഹാരം കേരളത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പണ്ട് കണ്ണാടി, അണിയറ, സാക്ഷിയെല്ലാം ചെയ്യുമ്പോൾ ജനപക്ഷം എന്ന സംഘടന വിഴിഞ്ഞം തുറമുഖത്തിനും കുറ്റ്യാടിയിലെ വിനീത കോട്ടായിക്ക് ഊരുവിലക്ക് പാർട്ടി കൽപ്പിച്ചപ്പോൾ ലംഘിച്ചുകൊണ്ട് ആ ഊരുവിലക്ക് മാറ്റിയത് ജീവൻ രക്ഷാ മരുന്നിന്റെ കാര്യം, 10333 ഹാർട്ട് സർജറി, റോഡ് വെട്ടിപ്പൊളിക്കുന്ന മാഫിയ, ഹർത്താൽ, ജീവൻ രക്ഷാ മരുന്നിലെ കൊള്ള, അങ്ങനെ നിരവധി പൊതുപ്രവർത്തനങ്ങൾ എനിക്കും എന്റെ കൂട്ടുകാർക്കും ചെയ്യാൻ പറ്റി. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്റെ മാത്രം മിടുക്കല്ല. അന്നത്തെ ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കന്മാരും ഉദ്യോഗസ്ഥരും നമ്മൾ ഒരു പരാതി പറയുമ്പോൾ അല്പമെങ്കിലും അത് കേട്ട് വേണ്ട സഹായങ്ങൾ ചെയ്തു തന്നതുകൊണ്ട് മാത്രമാണ് ബെന്നി ജോസഫ് ജനപക്ഷത്തിന് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത്. എന്നാൽ ഇന്ന് ഈ 2026 ഞാൻ നമ്മൾ എത്തി നിൽക്കുന്നത് നാണവും മാനവും നഷ്ടപ്പെട്ട്, പ്രതികരണശേഷി നഷ്ടപ്പെട്ട്, പൗരബോധമില്ലാതെ വിദ്യാഭ്യാസം കൊണ്ട് കാശുണ്ടാക്കുന്ന കഞ്ചാവും മയക്കുമരുന്നും ആശുപത്രിയാവട്ടെ എവിടെയാവട്ടെ മര്യാദയില്ലാതെ, നീതിപൂർവമല്ലാതെ, പൗരബോധമില്ലാതെ കാശ് മാത്രം പ്രമുഖനാവണം, ഉന്നതനാവണം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ഈ പച്ചക്ക് പറയുന്നത്. ഇന്ന് ഞാൻ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു. അതിങ്ങനെയായിരുന്നു: കോട്ടയത്ത് ഒരു വലിയ ആശുപത്രിയും ബാങ്കും ഒക്കെ കൂടി ചേർന്ന് ഒരു അമേരിക്കക്കാരനെ പറ്റിക്കുന്നു, അത് കേസുണ്ട്, അത് വി ഡി സതീശൻ മുഖ്യമന്ത്രി ശ്രദ്ധിക്കണം എന്നായിരുന്നു എന്റെ പോസ്റ്റ്. അപ്പൊ അതിന്റെ അടിയിൽ വന്ന് കുറെ പേര് പറഞ്ഞു, താങ്കൾ എന്തുകൊണ്ടാണ് ആശുപത്രിയുടെയും ബാങ്കിന്റെയും മറ്റ് പ്രമുഖ വ്യക്തികളുടെയും പേര് പറയാഞ്ഞത് എന്ന് എന്നോട് ചോദിച്ചു. അതിനൊരു ഉത്തരം ഞാൻ പറയാം. പണ്ടെല്ലാം നമ്മൾ ഒരു അഴിമതി പുറത്തു കൊണ്ടുവന്നാൽ, ഒരു കളവ് പുറത്തു കൊണ്ടുവന്നാൽ ജനങ്ങൾ മുഴുവൻ എന്നെ വിളിച്ച് ചോദിക്കുമായിരുന്നു, താങ്കൾക്ക് ഇത് എങ്ങനെ കണ്ടെത്തി, താങ്കൾ എങ്ങനെ ഇത് തടഞ്ഞു എന്ന് വളരെ ബഹുമാനപൂർവ്വം നമ്മളെ അഭിനന്ദിച്ചുകൊണ്ട് പറയാറുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഞാനൊരു വാർത്ത ചെയ്യുമ്പോൾ വളരെ കഷ്ടപ്പെട്ട് ഇവിടുത്തെ അഴിമതിയും അക്രമവും കുറ്റങ്ങളും തെറ്റുകളും കണ്ടെത്തി, വലിയ വലിയ കൊള്ളകൾ കണ്ടെത്തി ഞാൻ പ്രചരിപ്പിക്കുമ്പോൾ എന്നെ നിരവധി പേര് വിളിച്ചിട്ട് പറയുവാണ്, താങ്കൾ ഇപ്പോഴാണ് ഇത് അറിഞ്ഞത്. DGPയും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും പ്രസിഡന്റും ജഡ്ജിമാരും മറ്റ് എല്ലാവരും ചേർന്ന്, പ്രമുഖനും ഉന്നതനും എല്ലാവരും ചേർന്ന് നടത്തുന്ന ഒരു അഴിമതി താങ്കൾ എന്തിനാണ് വിളിച്ചു പറയണതെന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, സത്യമാണ് നിങ്ങൾ പറഞ്ഞത്. ഇനി പൊതുപ്രവർത്തനത്തിന് വലിയ സാധ്യതകളില്ല. എന്നാലും 66 വയസ്സായ ഞാൻ അഴിമതികൾ കണ്ടാൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. ഞാൻ എല്ലാം തികഞ്ഞ ഒരാളല്ല, ഞാൻ കുറ്റം ഇല്ലാത്ത ആളല്ല. ഒരു മനുഷ്യന്റെ ബലഹീനത കൊണ്ട് പറ്റാവുന്ന ചില അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഒരു കള്ളനല്ല, കൊള്ളക്കാരനല്ല, ഒരുത്തന്റെ കണ്ണീര് കൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. പച്ചക്ക് പറയുകയാണ്, ജനപക്ഷം ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, പക്ഷെ ഇനി അത് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ എന്നെ കൂടി, ഞാൻ ഈ പച്ചക്ക് പറഞ്ഞ 66 വയസ്സ് വരെയും അണിയറ, കണ്ണാടി, സാക്ഷി, അങ്ങനെ പൊതുപ്രവർത്തനങ്ങളും പൊതു താല്പര്യ ഹർജികളൊക്കെ ചെയ്തപ്പോൾ എന്റെ കൂടെ നിന്ന അശ്വിനി കുമാർ, ആഷ്ലി എന്ന ക്യാമറമാൻ എന്റെ ഒപ്പം നിന്നിട്ട് ഒരു ഗതിയും കിട്ടാണ്ട് അവർ പേടിച്ച് നിരവധി കേസുകളായിട്ട് പോയവരുണ്ട്. ഇപ്പോൾ എനിക്ക് തന്നെ നിരവധി കേസുകളുണ്ട്. ഒരു കേസും ഞാൻ കട്ടട്ടും പൊട്ടിച്ചിട്ടല്ല, ഈ പേര് പറഞ്ഞതിന്റെ പേരിൽ ഡിഫമേഷൻ. മാനമില്ലാത്തവർ കട്ടിട്ടും മോഷ്ടിച്ചിട്ടും ആ പണം കൊണ്ട്, അതായത് വിസ തട്ടിപ്പാവട്ടെ, ഫ്ളാറ്റ് തട്ടിപ്പാവട്ടെ, ബാങ്കുകളുടെ തട്ടിപ്പാവട്ടെ, കുറിക്കമ്പനിയുടെ തട്ടിപ്പാവട്ടെ, സ്വർണ്ണ തട്ടിപ്പാവട്ടെ, എന്ത് തട്ടിപ്പ് ചെയ്താലും ആ തട്ടിപ്പ് ചെയ്തവരുടെ പേരോ സ്ഥാപനത്തിന്റെ പേരോ പറഞ്ഞാൽ തട്ടിച്ച കോടികൾ വെച്ച്, അവർ ഉണ്ടാക്കിയ കോടികൾ വെച്ചിട്ട് നമുക്കെതിരെ മാനനഷ്ടത്തിന് കേസ് പോകും. ഒരു നാണവും മാനവുമില്ലാതെ നാട്ടുകാരെയും നാടിനെയും പറ്റിച്ച് കാശുണ്ടാക്കുന്നവർ മാനനഷ്ടത്തിന് പോകും. അവർ കട്ട കാശ് കൊണ്ട്, അഴിമതി നടത്തി കൊള്ളയടിച്ച കാശ് കൊണ്ടാണ് അവർ കേസ് നടത്തുന്നത്. എന്നാൽ ബെന്നി ജോസഫ്
28 വർഷം ദുബായിൽ പണിയെടുത്ത് തന്റെ മക്കളെ വളർത്തേണ്ട കാശ് കൊണ്ടാണ് ഞാൻ കേസ് നടത്തുന്നത്. പിന്നെ എന്റെ വക്കീല് കുറെയൊക്കെ എനിക്ക് സൗജന്യമായി ചെയ്തു തരുന്നതുകൊണ്ട് ഞാൻ ഈ കേസ് നടത്തിക്കൊണ്ടുപോകുന്നു. ഈ ഡിഫർമേഷൻ കേസ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഡിഫർമേഷൻ കേസിന് ഞാൻ 20ഉം 15ഉം കൊല്ലമൊക്കെ കോടതി കയറി ഇറങ്ങണം. അപ്പൊ ചിലരെന്നോട് ചോദിക്കും, പേര് പറയാൻ ചില തെറികൾ പറഞ്ഞുകൊണ്ട് ഉറപ്പില്ലേ മറ്റതില്ലേ എന്നൊക്കെ ചോദിക്കും. ഇല്ലാഞ്ഞിട്ടല്ല, മതിയായി. പേര് പറയാൻ ഭയം ഉണ്ടായിട്ടല്ല. നാണവും മാനവും ഇല്ലാത്ത ഈ നാട്ടിൽ പേര് പറഞ്ഞിട്ട് എന്താ കാര്യം? തലപ്പത്തിരുന്ന് തല തന്നെ ഒടുക്കത്തെ കളവ് ചെയ്യുമ്പോൾ വാലിനോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പണ്ടെല്ലാം ഭരണകൂടവും മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഒരു പരാതിയും ഒരു അഴിമതിയും കാണിച്ചാൽ നമ്മുടെ കൂടെ നിന്ന് അവർ അപ്പുറത്ത് കൊണ്ടുവരും. ഇന്ന് നമ്മുടെ പൊതുപ്രവർത്തകരുടെ, സാമൂഹ്യ പ്രവർത്തകരുടെ ഓരോ പരാതിയും ചിലരുടെ പാരിതോഷികമാണ്. ഒരിക്കൽ കൂടി പറയുന്നു, സാധാരണക്കാരന്റെ പരാതി, ഒരു തോട് കയ്യേറി, ഒരു അനധികൃത ഫ്ളാറ്റ് ഉണ്ട്, ഇന്ന സ്ഥലത്ത് സ്വർണ്ണക്കള്ളക്കടത്തുണ്ട്, ഇന്ന സ്ഥലത്ത് മയക്കുമരുന്ന് കച്ചവടമുണ്ട്, ഇന്ന സ്ഥലത്ത് തെറ്റ് ചെയ്യുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് പുറമ്പോക്ക് ഭൂമി കയ്യേറുന്നുണ്ടെന്ന് പറഞ്ഞാൽ ജില്ലാ കളക്ടർക്കും തഹസിൽദാരിനും വില്ലേജ് ഓഫീസറിനും ഒക്കെ തന്നെ അതൊരു ശർക്കര കുടമാണ്, കൈയിട്ട് നക്കാം. ഇന്ന് കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ, നമ്മളൊരു പരാതി കൊടുത്താൽ പരാതി കൊടുക്കുന്നവനെതിരായി തെറ്റ് ചെയ്തവന്റെ കൂടെ നിൽക്കുന്ന ഭരണാധികാരികളാണ് കൂടുതൽ. അതുകൊണ്ട് ബെന്നി ജോസഫിനെ ആരും ഇനി നട്ടെല്ലിന് ഉറപ്പുവരുത്താനും എന്റെ ധൈര്യത്തെ വെല്ലുവിളിക്കാനും ദയവായി നിൽക്കരുത്. ഞാൻ കുറച്ചിട്ടുണ്ട്, ഒത്തിരി കുറച്ചിട്ടുണ്ട്. ഒരു പ്രതീക്ഷയില്ല. പ്രതീക്ഷ അറ്റുപോയിട്ടും ഞാൻ പച്ചക്ക് പറയുന്നത്, കഞ്ചാവും മയക്കുമരുന്നും അടിച്ച് സ്വന്തം അമ്മയെ ബലാത്സംഗം ചെയ്യുന്ന, അമ്മയെ റേപ്പ് ചെയ്യുന്ന, പെറ്റ തള്ളയെ റേപ്പ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ബെന്നി ജോസഫ് തൊണ്ട പൊട്ടി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മതപുരോഹിതന്മാർ, ബിഷപ്പുമാർ, സന്യാസിമാർ, സമൂഹത്തിൽ ദാനധർമ്മിഷ്ഠരായ ഉന്നതനും പ്രമുഖനും കോടീശ്വരന്മാരായ പ്രമുഖ മുതലാളിമാർ പാവങ്ങളുടെ കാശ് കൊള്ളയടിക്കുകയും അവയവ കച്ചവടത്തിന് പോലും കൂട്ടുനിൽക്കുമ്പോൾ കേരളത്തിന്റെ പൊതുഖജനാവ് കൊള്ളയടിച്ചുകൊണ്ട് പദ്ധതികളിൽ നിന്ന് കൈയിട്ട് വാരുന്ന വലിയ ഉന്നതനും പ്രമുഖനും അവനൊക്കെ നിരവധി അവാർഡുകൾ കൊടുക്കുന്ന പത്രമാധ്യമങ്ങളും സ്ഥാപനങ്ങളും ഇവിടെ ഉള്ളപ്പോൾ ബെന്നി ജോസഫിന് ഇനി സ്പേസ് ഇല്ല. എനിക്കിനി ഒരിടമില്ല. 66 വയസ്സ് വരെ ഞാൻ നല്ല ഓട്ടമോടി. ഞാൻ എന്റെ രക്ഷകനായി വിശ്വസിക്കുന്ന എന്റെ യേശു ക്രിസ്തു, എന്റെ ജീസസ് 38 വയസ്സിൽ കുരിശുമേൽ കയറ്റി കൊന്നു. കുന്തം കൊണ്ട് കുത്തിയും ചമ്മട്ടിക്കടിച്ചും മുൾക്കിരീടം കൊടുത്തും 38 വയസ്സിൽ ഞാൻ വിശ്വസിക്കുന്ന രക്ഷകനായ യേശു ക്രിസ്തുവിനെ കുരിശിൽ കയറ്റി കൊന്നിട്ടുണ്ടെങ്കിൽ 66 വയസ്സ് കിട്ടിയ ഞാൻ യേശു ക്രിസ്തുവിനെക്കാട്ടിലും ഭാഗ്യം ചെയ്തവനാണ്. ഒരുത്തൻ ഒരു തെറ്റും ചെയ്യാതെ, ഒരു ഉറുമ്പിനെ പോലും കൊല്ലാതെ, ഒന്നിനുമില്ലാതെ ജീവിക്കുന്നവൻ നല്ലവനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. പൗരബോധം, സിവിക് സെൻസ്, പൗരബോധവും വിദ്യാഭ്യാസവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മൾ ഒരു സാമൂഹ്യ ജീവിയാണ്, മനുഷ്യനാണ്. മനുഷ്യത്വം ഉണ്ടാവണം, ഹൃദയമുണ്ടാവണം, സ്നേഹമുണ്ടാവണം, സത്യമുണ്ടാവണം, ചിരിക്കാൻ കഴിയണം, കരയാൻ കഴിയണം. മനുഷ്യർ സത്യസന്ധമായി ജീവിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു അനീതി കണ്ടാൽ, അഴിമതി കണ്ടാൽ, അക്രമം കണ്ടാൽ ചോദ്യം ചെയ്യുന്നവനാണ് യഥാർത്ഥ ദൈവവിശ്വാസിയും മനുഷ്യസ്നേഹിയും. ചിലരൊക്കെ പറയും, അയാൾ എന്തു കണ്ടാലും പ്രതികരിക്കും, അയാൾ എന്തു കണ്ടാലും ചോദിക്കും, തെമ്മാടിയാണ്, കൊള്ളരുതാത്തവനാണ്. അതെ, യേശുക്രിസ്തുവും 13-ാം വയസ്സിൽ മതപുരോഹിതന്മാരെ, മതപണ്ഡിതന്മാരെ ചോദ്യം ചെയ്യുകയും ചമ്മട്ടിയെടുത്ത്, ചാട്ടവാറെടുത്ത് കള്ളക്കച്ചവടക്കാരെ പ്രാർത്ഥനാലയങ്ങളിൽ നിന്നും പള്ളികളിൽ നിന്നും അടിച്ചോടിച്ച ആ ഗുണ്ടയായ യേശുക്രിസ്തുവിനെയാണ് എനിക്കിഷ്ടം. അങ്ങനെ ചോദ്യം ചെയ്ത് അഴിമതിക്കെതിരെയും അക്രമത്തിനെതിരെയും അനീതിക്കെതിരെയും ചോദ്യം ചെയ്ത യേശുക്രിസ്തുവിനെ കുരിശുമേ കയറ്റി അയാള് ഇന്നത്തെ നേതാക്കന്മാരുടെ പോലെ, ഇന്നത്തെ രാഷ്ട്രീയ സേവന രംഗത്തുള്ള പ്രമുഖരെ പോലെ ഓച്ചാനിച്ചു നിന്നിരുന്നെങ്കിൽ, പല തെറ്റിനും കൂട്ടുനിന്നിരുന്നെങ്കിൽ, നമ്മുടെ മിശിഹ, നമ്മുടെ യേശുക്രിസ്തു, നമ്മുടെ കർത്താവ് ഇന്ന് ഏതെങ്കിലും രാജ്യത്തെ രാജാവായി നിന്നേനെ തലമുറകളോളം. തെറ്റ് തെറ്റാണെന്ന് പറയാൻ, അനീതി കണ്ടാൽ അനീതിയാണെന്ന് പറയാൻ, അഴിമതി കണ്ടാൽ അഴിമതിയാണെന്ന് പറയാനുള്ള ചെറുപ്പക്കാർ ഇനി ഉണരണം. പ്രതീക്ഷയില്ല എനിക്ക്. അതുകൊണ്ട് ഞാൻ പച്ചക്ക് പറയുകയാണ്, ഇന്ന് കോട്ടയത്ത് നടന്ന ഒരു വലിയ അഴിമതി, കഴിഞ്ഞ സർക്കാർ 10 വർഷം അട്ടിമറിച്ച പ്രമുഖനെയും ഉന്നതനെയൊക്കെ രക്ഷിച്ചവരുടെ പേര് പറയാമോ എന്ന് ചോദിച്ചതിന് സാഷ്ടാംഗം മാപ്പ് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. അറിയേണ്ടവർക്ക് കോടതി പോയാലും പോലീസ് സ്റ്റേഷനിൽ പോയാലും അറിയാൻ സാധിക്കും.
അത്ര നാടൻ ഭാഷയെ പറഞ്ഞ അത്ര കഴപ്പുള്ളവർ ആ കേസിന്റെ നമ്പറും ആ പോലീസ് സ്റ്റേഷനിലും പോയി അന്വേഷിച്ചാൽ നിങ്ങൾക്ക് പേര് കിട്ടും. എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ഞാൻ അനാവശ്യമായി കോടതികളിൽ കയറി ഇറങ്ങുവാണ്. കാരണം കട്ടവനും കൊള്ളയടിച്ചവനും ഫ്ളാറ്റ് തട്ടിപ്പ് നടത്തിയവനും ബാങ്ക് കൊള്ളയടിച്ചവനും മനുഷ്യരെ പറ്റിച്ച് ജീവിക്കുന്നവർക്കെതിരെ പേര് പറഞ്ഞിട്ട് കോടതി കയറി ഇറങ്ങുന്നത് ഞാനാണ്. ഒരു പഴഞ്ചൊല്ലുണ്ട്, അവനവന്റെ അമ്മക്ക് ഭ്രാന്ത് വരുന്നതുവരെയും ഭ്രാന്ത് ഒരു അസുഖമല്ല, പെറ്റ തള്ളക്ക് ഭ്രാന്ത് വരുന്നതുവരെയും ഭ്രാന്ത് ഒരു അസുഖമല്ല. നമ്മുടെ അമ്മക്ക് ഭ്രാന്ത് വരുമ്പോൾ മാത്രമേ നമുക്ക് വിഷമം വരുള്ളൂ. ഞാൻ വളരെ സങ്കടത്തോടുകൂടി പറയുന്നു, ബെന്നി ജോസഫിന് ഇങ്ങനെ ഒരു പൊതുപ്രവർത്തനം ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ കഴിഞ്ഞ 35-40 കൊല്ലമായി ജനങ്ങൾക്ക് വേണ്ടി നാടിനു വേണ്ടി ഒത്തിരി കാര്യം ചെയ്തത് പത്മശ്രീ കിട്ടാനോ അവാർഡുകൾ കിട്ടാനോ ഒന്നുമല്ല. ഞാൻ പണിയെടുത്ത കാശ് കൊണ്ട്, ഞാൻ അധ്വാനിച്ച പൈസ കൊണ്ട്, എന്റെ സുഹൃത്തുക്കളും ചേർന്നുകൊണ്ട് ഞാൻ ഒത്തിരി നല്ല പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിൽ നിരവധി കാര്യങ്ങളുണ്ട്. കുറ്റിയാടി വിനീത ടീച്ചർ, വിഴിഞ്ഞം തുറമുഖം, ഹാർട്ട് സർജറി, മരുന്നിന്റെ കൊള്ള, ക്യാൻസർ മരുന്നിന്റെയും സ്റ്റെന്റിന്റെയൊക്കെ കൊള്ള, മനുഷ്യാവയവ കച്ചവടം, ഇതിനെല്ലാം റോഡ് വെട്ടിപ്പൊളിക്കുന്ന മാഫിയ, നിർമ്മാണങ്ങളിലെ തട്ടിപ്പ്, അങ്ങനെ നിരവധി കേസുകൾ ഞാൻ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ശാശ്വത പരിഹാരവും കണ്ടിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഉമ്മൻചാണ്ടി സാർ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്, AK ആന്റണി സാർ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്, നയനാർ എന്നെ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ കള്ളന്മാരും തെമ്മാടികളുമായ ഉദ്യോഗസ്ഥരും നേതാക്കളും വരുമ്പോൾ പൊതുപ്രവർത്തകന് ഒരു കാര്യവുമില്ല. നമ്മുടെ പരാതികൾ അവരുടെ പാരിതോഷികമാണ്. ഈ സമയത്ത് സാജൻ സ്കറിയെയും പോളി വടക്കനെയും ചെഷയറിനെയും, മരടിലെ ഫ്ളാറ്റ് പൊളിപ്പിച്ച ചെഷയറിനെയും ഒക്കെ ഞാൻ സ്മരിക്കുന്നു. അവരെല്ലാം വളരെ കഷ്ടപ്പെട്ടാണ് ഈ നാടിന്റെ അഴിമതി പുറത്തു കൊണ്ടിരുന്നത്. ഇനി അത് വലിയ എളുപ്പമല്ല. കാരണം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഉന്നത സ്ഥാനത്തിരിക്കുന്നവരും വലിയ വലിയ മന്ത്രിമാരും രാജാക്കന്മാരും കോടികൾ കയ്യിലുള്ളവരും വെറും തെമ്മാടികളും വെറും തല്ലിപ്പൊളികളും എന്ത് സത്യത്തിനെയും വളച്ചൊടിക്കുന്ന കോടതി മുഖേന പിടിപാടുകൾ കൊണ്ട് കാശിന്റെ ബലത്തിൽ തെറ്റ് ശരിയാക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ വിരമിക്കേണ്ട സമയമായി എന്ന് എന്റെ മനസ്സ് പറയുന്നു. പക്ഷേ എന്റെ തന്ത TP ജോസഫ് ആയതുകൊണ്ട് 66 വയസ്സും എന്റെ മക്കളുടെ പൂർണ്ണ പിന്തുണയും, എന്റെ കുടുംബത്തിന്റെ, എന്റെ ഭാര്യയുടെയും എന്റെ മക്കളുടെയും പൂർണ്ണ പിന്തുണയും കുറെ കൂട്ടുകാരുടെയും പിന്തുണയുള്ളതുകൊണ്ട് ശവമായി ചത്ത് ജീവിക്കാൻ എനിക്ക് സാധിക്കില്ല. ജീവനുള്ളിടത്തോളം കാലം അഴിമതി കണ്ടാൽ, അക്രമം കണ്ടാൽ, അനീതി കണ്ടാൽ ഞാൻ പച്ചക്ക് പറഞ്ഞിരിക്കും. അതിനോടൊപ്പം പച്ചയായ ഈ മനുഷ്യൻ കഴിയുന്നതും തെറ്റ് ചെയ്യാതെ നേർവഴിക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ബലഹീനത കൊണ്ട് ചെറിയ തെറ്റുകളോ ചില കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ചില ചില്ലറ തെറ്റുകൾ, അല്ലാണ്ട് രേഖകളില്ലാണ്ട് ഞാൻ ഒരു വാർത്തയും ചെയ്തിട്ടില്ല. മൈ ഓൾ ന്യൂസ് വിത്ത് എവിഡൻസ് ആൻഡ് ഫാക്ട്സ്, സത്യവും രേഖകളും വെച്ചാണ് ഞാൻ സംസാരിക്കാറ്. എന്നാലും കോടതി പോയാൽ തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും 20-25 കൊല്ലം കോടതി കയറി ഇറങ്ങേണ്ട ആ ബുദ്ധിമുട്ട് കൊണ്ട് ആ രണ്ടമ്മക്ക് ഭ്രാന്ത് വന്നാൽ ഞാനും ചിരിച്ചു തുടങ്ങട്ടെ. കേരളത്തിൽ ഇത്രയധികം മയക്കുമരുന്നും കഞ്ചാവും, ഇത്രയധികം അക്രമവും തട്ടിപ്പും വെട്ടിപ്പും നടന്നിട്ട് മനുഷ്യർക്കൊന്നും നാണമോ പൗരബോധമോ ഇല്ലെങ്കിൽ മാനം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ചത്ത് ശവങ്ങളായും സ്വന്തം വീട്ടിലെ കാര്യം നോക്കി സ്വാർത്ഥതയോടുകൂടി എന്റെ വീട്ടിലെല്ലാം സുരക്ഷിതമാണ്, എന്റെ വീട് മുറ്റത്ത് ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന മലയാളികൾക്ക് വേണ്ടി ഞാൻ ഇനി സഹായിക്കണോ? എന്റെ വീട്ടുമുറ്റത്ത് വന്ന് സഹായം അഭ്യർത്ഥിക്കുമ്പോൾ ഞാൻ ഇനി ചെയ്യണോ എന്ന് ഒരു വീണ്ടും വിചാരത്തിന്റെ നടുവിൽ, ഒരു സംശയത്തിന്റെ, ഒരു ദുർബലമായ അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സാക്ഷാൽ യേശു ക്രിസ്തു വന്നാലും ഇനി ഇവിടെ ജീവിച്ചു പോകാൻ പറ്റില്ല. ഇവിടെ യേശു ക്രിസ്തു കേരളത്തിൽ വന്നാൽ എല്ലാവരും കൂടി വളഞ്ഞിട്ട് മലയാളികൾ പറയും, താങ്കൾ വെള്ളം വീഞ്ഞാക്കിയാ മതി, മറ്റൊന്നും താങ്കൾ ചെയ്യണ്ട, ഞങ്ങൾക്ക് കുടിച്ചർമാദിക്കണം. അതുകൊണ്ട് പുതിയ മക്കളോട് ഞാൻ പറയുകയാണ്, പുതിയ വിദ്യാർത്ഥികളോട്, യുവാക്കളോട് ഞാൻ പറയുകയാണ്, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യമായ ഇന്ത്യയിൽ സുരക്ഷിതമായി നീതിപൂർവം സമാധാനത്തോടുകൂടി ഐശ്വര്യത്തോടുകൂടി ജീവിക്കണമെങ്കിൽ ആരോഗ്യ മേഖലയിലെ ചൂഷണം അവസാനിപ്പിക്കണം, ബാങ്കുകളുടെ ചൂഷണം അവസാനിപ്പിക്കണം, ഫ്ളാറ്റ് തട്ടിപ്പും വിസ തട്ടിപ്പിന്റെയും അഴിമതിയുടെയും മറ്റ് കൊടും ക്രിമിനലുകൾ പ്രമുഖനും ഉന്നതനുമാവുന്നു, കോടികൾ വാരിക്കൂട്ടുന്നു. കേരളം മുഴുവൻ, കാസർഗോഡ്, കോഴിക്കോട്, കൊല്ലം, തിരുവനന്തപുരം, കോട്ടയം മുഴുവൻ മേടിച്ചാലും പിന്നെയും നേപ്പാളിൽ പോയി കാറ് കട്ടുകൊണ്ടിരിക, കന്യാകുമാരി അടിച്ചു മാറ്റാൻ നോക്കുക, ശ്രീലങ്ക അടിച്ചു മാറ്റാൻ നോക്കുന്ന ആ പ്രമുഖർക്ക് നീലക്കുയിലും
മറ്റ് മയിൽക്കുയിലും ആ കുയിലും ഒക്കെ ഉണ്ടാവും പുറകെ നടന്ന് അവനെ പൊക്കി വെക്കാൻ. ഇത്രയും തെമ്മാടിത്തരം നടന്ന, ഇത്രയും നാണവും മാനവും ഇല്ലാത്ത ഒരു കാലഘട്ടം ഞാൻ കണ്ടിട്ടില്ല. വളരെ സങ്കടത്തോടുകൂടി പറയുകയാണ്, ഈ നാട്ടിൽ പോലീസും ഭരണകൂടവും എല്ലാം കുറച്ചുകൂടി രാപകൽ മാറ്റി ഒരു ദൈവത്തിന്റെ സ്വന്തം നാടാക്കിയൊന്നും നിങ്ങൾ മാറ്റണ്ട. നേരെ ജീവിക്കുന്നവന്, മാന്യവും മര്യാദയുമായി ജീവിക്കുന്ന അധ്യാപകരെയും കർഷകരെയും, വിയർപ്പിന്റെ പണം കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന, വിശർപ്പിന്റെ പണം കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന അവരെ ജീവിക്കാൻ അനുവദിക്കണം. നിങ്ങൾ കോടികൾ ഉണ്ടാക്കിക്കോ, പക്ഷെ അന്യന്റെ എല്ലാ മുതലും തട്ടിയെടുത്തുകൊണ്ട് കോടികൾ ഉണ്ടാക്കിയിട്ട് 1000 കോടി കട്ടിട്ട് 10 കോടിയുടെ ചാരിറ്റി ചെയ്ത് ഉന്നതനും പ്രമുഖനും അവരോട് പറയുവാണ്, നിങ്ങൾക്ക് ഞങ്ങളെ പറ്റിക്കാൻ പറ്റും, നിങ്ങൾക്ക് സകലരെയും പറ്റിക്കാൻ പറ്റും. ദൈവത്തിനെയും കാലത്തെയും സത്യത്തിന് ഒരിക്കലും തോപ്പിക്കാൻ പറ്റില്ല. ഒരിക്കൽ കൂടി പറയുകയാണ്, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ ഒരു ഫലവുമില്ല. ഇനി ഉണ്ടാവാൻ പോകുന്നത്, ഇവിടുത്തെ പ്രമുഖ കോടികളുള്ള നടന്മാർ, പ്രമുഖ കാശുള്ളവർ 10 കാറിലും 20 കാറിലും നടക്കുമ്പോൾ ഗതികെട്ട സത്യസന്ധമായി ജീവിക്കുന്ന യുവാക്കൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാതാവുമ്പോൾ അവർ വമ്പന്മാരെ കൊല്ലും, തല്ലും, അടിക്കും, ഇടിക്കും. കോടതിയും ജയിലും അവർക്കൊരു വിഷയമില്ലാതാവും. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ നിയമവാഴ്ച നഷ്ടപ്പെടുത്തരുത്. ബഹുമാനപ്പെട്ട VD സതീശൻ അവർകൾ, നമ്മുടെ പുതിയ മുഖ്യമന്ത്രി, അഴിമതിയില്ലാണ്ട് സത്യത്തോടെയാണ് കേരളം ഭരിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ വിസിൽ ബ്ലോവേഴ്സ് എന്ന ഇവിടെ ക്രെഡിബിലിറ്റിയുള്ള 10-30 കൊല്ലം സത്യസന്ധമായി പൊതുപ്രവർത്തനം ചെയ്തിട്ട് അഴിമതി ചൂണ്ടിക്കാണിച്ച് സർക്കാരിനെയും നാടിനെയും സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാം കൂട്ടി ഒരു വിസിൽ ബ്ലോവേഴ്സ് എന്ന ടീം ഉണ്ടാക്കണം. അവരെ കൂടെ ചേർത്ത് നിർത്തിയാൽ ചിലപ്പോൾ കേരളം ഗോഡ്സ് ഓൺ കൺട്രി ആവും. അല്ലെങ്കിൽ 3 ലക്ഷം പേരെ തെരുവ് നായ കടിച്ച് ഒരു വർഷം 33 പേർ മരിക്കുന്ന കേരളത്തിന് ഗോഡ്സ് ഓൺ കൺട്രി എന്ന പേര് ചേരില്ല. ഡോഗ്സ് ഓൺ കൺട്രിയാണ്. അങ്ങനെ പട്ടികളുടെ നാടാക്കി നാണവും മാനവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അഴിമതി ചെയ്യുന്നവന്, പൗരബോധമില്ലാത്തവനെ വളർത്തിക്കൊണ്ടിരുവാൻ നമ്മുടെ പുതിയ മുഖ്യമന്ത്രി ശ്രമിക്കരുത്. ഞങ്ങളെപ്പോലെയുള്ള കുറച്ചാൾക്കാരെ നിങ്ങൾ ഒരു മീറ്റിങ്ങിന് വിളിക്കുക, ഞങ്ങളുടെ തെറ്റുകൾ വല്ലതും ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക, ഞങ്ങൾ അതും തിരുത്താൻ തയ്യാറാണ്. നമ്മൾ തെറ്റുകൾ തിരുത്തി പോകുമ്പോഴാണല്ലോ നമ്മൾ മനുഷ്യരാവുന്നത്. എത്ര കോടികൾ കട്ടാലും കേരളം മുഴുവൻ കൈ കിട്ടിയാലും മുതലാളിമാർ, കാശുള്ള വമ്പന്മാർ, വലിയ ആൾക്കാർ ഇപ്പോഴും ഈ നാടിനെ കൊള്ളയടിക്കുന്നത് കൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ പച്ചക്ക് പറയുന്നത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. 66 വയസ്സായ എന്നെ കല്ലെറിയുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക, മടുത്തു. പക്ഷേ എന്റെ ഗുരു, ഞാൻ വിശ്വസിക്കുന്ന യേശുക്രിസ്തു ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, ജീവിക്കുന്നിടത്തോളം മനുഷ്യനായി സത്യസന്ധമായി ജീവിക്കുക. അതുകൊണ്ട് ഈ നിമിഷം, ഇന്ന് ഞായറാഴ്ച ജൂൺ 14 എന്നെ ഇന്നാരെങ്കിലും കൊലപ്പെടുത്തിയാലും എനിക്കൊരു പ്രശ്നവുമില്ല. ജീവിക്കുന്നിടത്തോളം മാന്യമായി സത്യസന്ധമായി നട്ടലോടുകൂടി നിവർത്തിയുന്ന ജീവിക്കുകയുള്ളൂ എന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവരും ഒന്ന് നന്നാവാൻ ശ്രമിക്കുക. ഞാനും നന്നായിക്കൊള്ളാം. നമസ്കാരം.